ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ വർക്ക് ബുക്കിനും അതുപോലെ വർക്ക് ഷീറ്റിനും എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മൾക്ക് അറിയാം, നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ്. വേറെ ആരും നമ്മുടെ മൊബൈൽ തുറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ പാസ്വേഡ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിനെ അതുപോലെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ഒരു വർക്ക്ഷീറ്റ്. ഈ വർക്ക്ഷീറ്റിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് 4 ടൈപ്പാണ് ഉള്ളത്. അതിൽ ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറയുന്നത്, നമുക്ക് താഴെയായിട്ട് നമ്മുടെ ഷീറ്റ് 1 നമ്മുടെ പേരുകൾ കാണാം. അതായത് നമ്മൾ ഓരോ ഷീറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്. നമുക്ക് ഷീറ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഷീറ്റ് 1 ആണ് ഇപ്പൊ ആക്റ്റീവായിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഈ ഒരു വർക്ക്ഷീറ്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനെ നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. അപ്പൊ പ്രൊട്ടക്ട് ഷീറ്റ്. അപ്പൊ ആ പ്രൊട്ടക്ട് ഷീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഒരു 1 2 3 4 അങ്ങനെ ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി റീകൺഫേം ചെയ്യാണ്. 1 2 3 4 കൊടുത്തു, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഷീറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ സെല്ല് സെലക്ട് ചെയ്തപ്പോഴത്തേനും എന്താ വന്നത്, ടു മേക്ക് ചേഞ്ചസ് ക്ലിക്ക് അൺപ്രൊട്ടക്റ്റഡ് ഷീറ്റ്. എന്നാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വേറെ ആരെങ്കിലും നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അത് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുക്കുക. നമ്മുടെ പാസ്വേഡ് എന്താണെന്നുള്ളത് കൊടുക്കുക. 1 2 3 4 എന്നായിരുന്നു നമ്മുടെ പാസ്വേഡ്. ഓക്കെ കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് നോക്കാം. പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ആൾക്കാർക്ക് ഓപ്ഷൻസ് കൊടുക്കാം. എന്തൊക്കെ ചെയ്യാൻ നമുക്ക് ആ ആൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് നമുക്ക് കോളംസ് വേണമെങ്കിൽ കൊടുക്കാം. ഇൻസേർട്ട് കോളംസ് നമുക്ക് വേണം കൊടുക്കാൻ. എന്നിട്ട് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാണ്. 1 2 3 4 ഓക്കെ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും റീ എൻറ്റർ കൊടുക്കാണ്. 1 2 3 4 ഓക്കെ കൊടുത്തു. അപ്പൊ ഇൻസേർട്ട് എന്നുള്ള നമ്മൾ ആ ഒരു കമാൻഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കോളം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോളത്തിന്റെ അവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ സെല്ലിന്റെ അവിടെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കിട്ടത്തില്ല. കാരണം നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഈ ഒരു സെല്ലിന്റെ അവിടെ കൊണ്ടുവച്ചപ്പോൾ ഇൻസേർട്ട് അവിടെ ആക്റ്റീവ് അല്ല. പക്ഷെ നമ്മൾ കോള എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോളത്തിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇൻസേർട്ട് അവിടെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ വീണ്ടും അതിനെ അൺപ്രൊട്ടക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഇത് ഒരു മെത്തേഡ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നമുക്കിനി റിവ്യൂ എന്നുള്ള ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിബണിനകത്ത് റിവ്യൂ എന്നുള്ള ടാബ് ഉണ്ട്. ആ ടാബിനകത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ട് ഷീറ്റ് ഉണ്ട്, പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ഉണ്ട്. അതിൽ പ്രൊട്ടക്ട് ഷീറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതേ തന്നെയാണ് ഓപ്ഷൻസ് വരുന്നത്. നമ്മളിപ്പോ ഇൻസെർട്ട് കോളം നമ്മളിവിടെ ഇത് ചെയ്യാം. അത് വീണ്ടും നമുക്ക് പാസ്വേഡ് കൊടുക്കുക. 1 2 3 4 ഓക്കെ കൊടുക്കുക. വീണ്ടും റീ എൻറ്റർ ചെയ്യുക. 1 2 3 4 ദെൻ ഓക്കെ കൊടുക്കുക. അപ്പൊ വീണ്ടും അത് എന്തായി, പ്രൊട്ടക്ട് ആയി. നമ്മൾ ഇനിയിപ്പോ റൈറ്റ് ക്ലിക്ക് ക്ലിക്കിയാലും ഒന്നും വരത്തില്ല. വന്നാലും എന്താണ് ഇവിടെ എല്ലാം ഇൻആക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് എന്നുണ്ട്. അപ്പൊ നമുക്ക് അൺപ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. 1 2 3 4 എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പൊ വീണ്ടും നമുക്ക് പഴയ പോലെയായി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ ടാബിനകത്ത്. ഫയൽ ടാബ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊട്ടക്ട് വർക്ക് ബുക്ക്, അതുപോലെ ഇൻസ്പെക്ട് വർക്ക് ബുക്ക് എന്നുള്ള ആ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ പ്രൊട്ടക്ട് വർക്ക് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൊട്ടക്ട് വർക്ക് ബുക്ക് സ്ട്രക്ചർ, പ്രൊട്ടക്ട് കറന്റ് ഷീറ്റ്. അതിൽ പ്രൊട്ടക്ട് ഷീറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ നമ്മൾ വീണ്ടും പ്രൊട്ടക്ട് എടുക്കുകയാണെങ്കിൽ അതേ ഡയലോഗ് ബോക്സ് തന്നെയാണ് വീണ്ടും വരിക. നമ്മൾ ആ ഒരു പാസ്വേഡ് കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക, വീണ്ടും ഒന്നുകൂടി റീ എൻറ്റർ ചെയ്യുക. നമുക്ക് വേണ്ടെങ്കിൽ അൺപ്രൊട്ടക്ട് ചെയ്യുക. ഇത് മൂന്നാമത്തെ മെത്തേഡ്. ഇനി ഹോം ടാബിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സെൽസ് ഗ്രൂപ്പിനകത്ത് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഒരു ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഹോം ടാബിനകത്ത് സെൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അതിനകത്ത് പ്രൊട്ടക്ട് ഷീറ്റ് ഉണ്ട്. പ്രൊട്ടക്ഷനകത്ത് പ്രൊട്ടക്ട് ഷീറ്റ് ഉണ്ട്. പ്രൊട്ടക്ട് ഷീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക്
ആ ഒരു ഡയലോഗ് ബോക്സ് തന്നെ വീണ്ടും വരിക. അപ്പോൾ 4 തരത്തിലാണ് നമുക്കൊരു വർക്ക് ഷീറ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2. ഷീറ്റ് 1നെ നമ്മൾ 4 തരത്തിലാണ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാവുന്നത്. ഒന്ന്, നമുക്ക് ഷീറ്റ് 1ന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിവ്യൂ ടാബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ ടാബ് യൂസ് ചെയ്യാം. ദെൻ ഹോം ടാബിനകത്ത് സെൽസ് ഗ്രൂപ്പിനകത്ത് ഫോർമാറ്റ്. അങ്ങനെയാണ് വർക്ക് ഷീറ്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പ്രൊട്ടക്ട് ഷീറ്റ് നമ്മൾ ചെയ്തു എങ്ങനെയാണെന്ന് കാണിച്ചത്. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ബുക്കും പ്രൊട്ടക്ട് ചെയ്യാം. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഷീറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഷീറ്റ് 1 മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഷീറ്റ് 1നെ മാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു, അതല്ല, നമ്മൾ ഒരുപാട് ഷീറ്റ്സ് ഉണ്ട്. ആ ഷീറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ആ വർക്ക് ബുക്കിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ടാബിനകത്ത് നിങ്ങളിവിടെ ഓൾറെഡി കണ്ടായിരുന്നു, പ്രൊട്ടക്ട് ഷീറ്റിന്റെ കൂടെ തന്നെ പ്രൊട്ടക്ട് വർക്ക് ബുക്ക് കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പാസ്വേഡ് ചോദിക്കും. 1 2 3 4 കൊടുക്കാം, ഓക്കെ കൊടുക്കുക, റീ എൻട്രി ചെയ്യാം. 1 2 3 4 കൊടുത്തു, ഓക്കെ കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വർക്ക് ബുക്ക് എന്തായി? പ്രൊട്ടക്റ്റഡ് ആയി. ഇപ്പൊ വേറെ ആർക്കും അതിനകത്ത് കയറാനും പറ്റത്തില്ല. നമ്മൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്, പാസ്വേഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് വേണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും നമ്മളതൊന്ന് പാസ്വേഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പൊ നമ്മുടെ പ്രൊട്ടക്റ്റഡ് വർക്ക് ബുക്ക് എന്നുള്ളത് അൺപ്രൊട്ടക്റ്റഡ് ആയി. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഒരു വർക്ക് ബുക്കിനെയും വർക്ക് ഷീറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ രീതിയിൽ നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന്റെ കളേഴ്സും അത് ബോൾഡും അങ്ങനെയൊക്കെ കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ റെഡ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഡ് വരും. അതല്ലാണ്ട് നമുക്ക് ലൈവ് പ്രിവ്യൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈവ് പ്രിവ്യൂ ഇപ്പൊ ഇതിനകത്ത് എനേബിൾ ആണ്. അത് കിടക്കുന്നത് നമ്മുടെ ഫയലിനകത്ത്, ഓപ്ഷൻസിനകത്ത്, ജനറലിനകത്ത് ഇവിടെ എനേബിൾ ലൈവ് പ്രിവ്യൂ എന്ന് കാണിക്കും. അതിപ്പോ ഓൾറെഡി ഇത് ടിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് അത് നോക്കാം അത് എന്താണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ കളറുകൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ കളറിന്റെ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് കളർ കൊടുത്താലും നമുക്ക് ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് കളർ വേണമെന്നുള്ളത്. മറ്റേ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കളർ ആയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലായി. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് കളർ നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സൈസ് നമുക്ക് കൊടുക്കുമ്പോഴത്തേനും നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റും എത്ര വലുപ്പമുള്ള സൈസ് ഇടണം എന്നുള്ളത്. ഇനി ഞാൻ ആ ഒരു ലൈവ് പ്രിവ്യൂ ഡിസേബിൾ ആക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കത്. അതിനകത്ത് ഓപ്ഷൻസിനകത്ത് ജനറലിനകത്ത് എനേബിൾ ലൈവ് പ്രിവ്യൂ എന്നുള്ളത് ഡിസേബിൾ ആക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കളർ പാലറ്റ് എടുത്തു. കളർ പാലറ്റ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഏത് കളറിലോട്ട് പോയാലും എന്ത് സംഭവിക്കുന്നില്ല, ഒരു ലൈവ് ആയിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഇനി ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, ആ കളറ് മാറുന്നുള്ളൂ. അപ്പോൾ ലൈവ് പ്രിവ്യൂ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, നമ്മൾ ഓപ്ഷൻസിനകത്ത് പോയിട്ട് വീണ്ടും നമ്മളത് എനേബിൾ ലൈവ് പ്രിവ്യൂ ആക്കി കഴിഞ്ഞ് ഓക്കെ കൊടുത്താൽ ഇനി നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പാലറ്റ് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും കളർ പാലറ്റോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ആ കളറുകൾ നമുക്ക് മാറി മാറി പോകുന്നത് കാണാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്താൽ അത് വന്നു വീഴും. പക്ഷെ ലൈവ് പ്രിവ്യൂ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആയിരിക്കും വീഴുക. അപ്പൊ ഇത് എക്സലിന്റെ ഒരു ഫീച്ചറാണ്. എന്ത്, അതായത് 2013 ഒരു ഫീച്ചറാണ് ലൈവ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ടേബിളിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. ബേസിക് സാലറി, അതുപോലെ HRA DA എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പൊ 7 വരെ ഉള്ളൂ. അതല്ലാണ്ട് ഇനി ഇതുപോലെ നമുക്ക് ഇൻപുട്ട് ആഡ് ചെയ്യാനുണ്ടാവും, ഒരുപാട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പേജ് താഴോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഹെഡിങ് നമുക്ക് കാണാൻ വേണ്ടി എപ്പോഴും നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് വരണം. അപ്പൊ അങ്ങനെ നമ്മുടെ ആ കോളവും റോയും അങ്ങനെ സ്ക്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ എത്ര താഴോട്ട് പോയാലും അത് ആ പർട്ടിക്കുലർ ഹെഡിങ് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഫ്രീസിങ് പെയിൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കോളത്തിനെയോ റോയിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങളുടെ ഇതിനകത്ത്
അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യൂ ടാബിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫ്രീസ് പെയിൻസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എവിടെ തൊട്ടിട്ടാണ് നമുക്ക് അതായത് ഫ്രീസ് ചെയ്യേണ്ടതെന്നുള്ളതെങ്കിൽ അത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഈ സെല്ല് സെലക്ട് ചെയ്തു. അതുകഴിഞ്ഞ് ഞാൻ ഫ്രീസ് പെയിൻ കൊടുക്കുകയാണ്. ഫ്രീസ് പെയിൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വര നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ക്രോസ് ചിഹ്നം അവിടെ തെളിഞ്ഞ് വരുന്നുണ്ടാവും. അതായത് ഈ സെല്ലിന്റെ മുകൾ ഭാഗം മൊത്തം ഫ്രീസ് ആവും. മാത്രമല്ല ഈ സെല്ലിന്റെ ഇപ്പുറത്ത് അതായത് ലെഫ്റ്റ് സൈഡിലെ 3 കോളവും ഫ്രീസ് ആയി മാറും. ഇപ്പൊ ഞാനിപ്പോ ഇത് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും ആ ഡേറ്റ് ഇത് പോകുന്നില്ല, അതായത് ആ ഹെഡിങ് പോകുന്നില്ല, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. മറ്റു നമുക്ക് ഓരോ ഹെഡിങ് നോക്കി അത് കറക്റ്റ് ആണോ, നമ്മൾ ഏത് കോളത്തിലാണെന്നുള്ളതൊക്കെ നമുക്ക് തപ്പി നോക്കണം. അപ്പൊ ഇത് ഇങ്ങനെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഒരു സെല്ല്, അതായത് നമ്മുടെ റോവിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സെല്ല് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വെച്ച് സെലക്ട് ചെയ്തിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ. ഇപ്പോൾ ഇതിപ്പോ ഇവിടെ ഫ്രീസ് മൂന്നാമത്തെ ഇത്രയും 3 കോളം ഇവിടെ ഫ്രീസ് ആവാൻ കാരണം ഞാൻ ഇവിടെ സെല്ല് വെച്ചതുകൊണ്ടാണ്. നമ്മളിപ്പോ ഇവിടെ വെക്കുന്നെങ്കിൽ എത്ര കോളം ഫ്രീസ് ആവും? 4 കോളം ഫ്രീസ് ആവും. അപ്പൊ നമുക്ക് നോക്കാം. ഫ്രീസ് അൺഫ്രീസ് ചെയ്യാം ആദ്യം. ഇപ്പൊ അൺഫ്രീസ് ആയി. ദെൻ ഞാൻ ഇവിടെയാണ് സെല്ല് സെലക്ട് ചെയ്യുന്നത്. ദെൻ ജസ്റ്റ് ഞാൻ ഫ്രീസ് പെയിനകത്ത് വീണ്ടും ഫ്രീസ് പെയിൻ ചെയ്യുമ്പോൾ ആ വീണ്ടും വര വരുന്ന നോക്കിക്കേ, ഈ സെല്ലിന്റെ തൊട്ട് വരെയുള്ളതെല്ലാം ഫ്രീസ് ആവും, അത് ഈ സെല്ലിന്റെ മുകളിലുള്ളതും എല്ലാം ഫ്രീസ് ആവും. ഇനി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ ഒന്നും മാറില്ല. അപ്പൊ അതാണ് ഫ്രീസ് പെയിൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ എങ്ങനെ വർക്ക് ബുക്ക് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും വർക്ക്ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതും അതുപോലെ ലൈവ് റിവ്യൂ എന്താന്ന് പഠിച്ചു. അതുപോലെ ഫ്രീസ് പെയിൻസ് എന്താണ്, അതായത് കോളത്തിനെയും റോയിനെയും നമുക്ക് ഫ്രീസ് ചെയ്യാനുള്ളതും നമ്മൾ ഈ വീഡിയോക്കകത്ത് പഠിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്